മാർച്ച് 11 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ എവുളോജിയൂസ്, വിശുദ്ധ എക്കൂസ്, വിശുദ്ധ ആൽബർത്ത, വിശുദ്ധ അമോണിയ, വിശുദ്ധ ഓറിയ. വിശുദ്ധ എവുളോജിയൂസ് 859 കാലഘട്ടത്തിലാണ് വിശുദ്ധ എവുളോജിയൂസ് ജീവിച്ചിരുന്നത്. സ്പെയിനിലെ കോർദോവ എന്ന പ്രദേശത്തെ ഒരു സെനറ്റർ കുടുംബത്തിലാണ് എവുളോജിയൂസ് ജനിച്ചത്. സുഹൃത്തം കൊണ്ടും പഠന സാമർഥ്യം കൊണ്ടും പ്രസിദ്ധിയാർന്ന കഥാനായകൻ ഒരു പുരോഹിതനായി തീർന്നു. സ്പെയിനിലെ പ്രധാന വൈദിക സെമിനാരിയിലെ മുഖ്യ അധ്യാപകനുമായി. പഠനവും ജാഗരണവും ഉപവാസവും പ്രാർത്ഥനയും ചേർന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം എത്രയും മനോഹരമായിരുന്നു. അക്കാലത്ത് ചില ക്രിസ്ത്യാനികൾ തങ്ങളുടെ തീഷ്ണതയുടെ ആധിക്യത്തിൽ മുഹമ്മദിനെ പുച്ഛിച്ച് സംസാരിച്ചതിനാൽ 850 ഭീകരമായ ഒരു മതമർദ്ദനമുണ്ടായി. അന്നാണ് അദ്ദേഹം ഫ്ലോറ മേരി എന്ന കന്യകമാരെ സംബോധന ചെയ്ത് രക്തസാക്ഷിത്വത്തിന് ആഹ്വാനം എന്ന ഗ്രന്ഥം എഴുതിയത്. 852 കോർദോവ കൗൺസിലിൽ ആരും സ്വയം രക്തസാക്ഷിത്വത്തിന് സമർപ്പിക്കരുതെന്ന് നിശ്ചയിച്ചു. 858 ടൊളേദോ ആർച്ച് ബിഷപ്പ് മരിച്ചപ്പോൾ എവുളോജിയൂസിനെ പിൻഗാമിയായി തിരഞ്ഞെടുത്തുവെങ്കിലും അഭിഷേകത്തിന് മുൻപ് അദ്ദേഹം വധിക്കപ്പെട്ടു. ലയോക്രീഷ്യ എന്ന മുസ്ലിം കന്യക രഹസ്യമായി ക്രിസ്തുമത തത്വങ്ങൾ പഠിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചിരുന്നു. അവൾക്ക് മാതാപിതാക്കന്മാർ പ്രാർത്ഥനാ സ്വാതന്ത്ര്യം നൽകാഞ്ഞതിനാൽ അവളുടെ ആഗ്രഹപ്രകാരം വിശുദ്ധ എവുളോജിയൂസും അദ്ദേഹത്തിൻ്റെ സഹോദരി അനിലോനെയും കൂടി അവളെ ഒളിപ്പിച്ചു. ഇതറിഞ്ഞ മാതാപിതാക്കന്മാർ എവുളോജിയൂസിനെ സാരസന്മാരുടെ രാജാവിൻ്റെ മുൻപിൽ ഹാജരാക്കുകയും രാജാവിൻ്റെ കൗൺസിലിൽ അദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിക്കുവാൻ വിധിക്കുകയും ചെയ്തു. വധസ്ഥലത്തേക്ക് അദ്ദേഹത്തെ ആനയിക്കുമ്പോൾ ഒരു ഭൃത്യൻ അദ്ദേഹത്തിൻ്റെ ഒരു കരണത്തടിച്ചു. ഉടനെ അദ്ദേഹം മറ്റേ കരണം കാണിച്ചു കൊടുത്തു. ആ ഭൃത്യൻ ആ കരണത്തും അടിക്കുകയും ചെയ്തു. പീഡനങ്ങൾക്കൊടുവിൽ 859 മാർച്ച് 11 അത്യന്തം പ്രസന്നതയോടെ അദ്ദേഹം മൃത്യു കൈവരിച്ചു. നമുക്കിന്നേ ദിവസം ഇങ്ങനെ വിചിന്തനം ചെയ്യാം: ഒരു വിശുദ്ധന്റെ ഹൃദയത്തിന് രൂപം നൽകുക പ്രസാദവരത്തിൻ്റെ പ്രവൃത്തിയാണ്. പുറകോട്ട് നോക്കാതെ പ്രസാദവരത്തോട് സഹകരിച്ചുകൊണ്ട് നമുക്കും മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കാം. വിശുദ്ധനായ എവുളോജിയൂസെ, ലോകമെമ്പാടും ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും ക്രിസ്തുരാജ്യം വളർത്തുന്നതിനും വേണ്ടി അനേകം വൈദികരും കന്യകാസ്ത്രീകളും പല ദിക്കുകളിലും പോയി താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രദാനം ചെയ്യുന്നതിനും ആരോഗ്യവും സമാധാനവും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയവും എല്ലാ പരീക്ഷണങ്ങളെ നേരിടാനുള്ള ആത്മധൈര്യവും നൽകുന്നതിന് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.